ആഴ്ചയിലും മാറി മാറി വരുന്ന OTT റിലീസുകൾക്കായി കാത്തിരിക്കുകയാണ് ആസ്വാദകർ. ഇത്തവണ വിവിധ OTT പ്ലാറ്റ്ഫോമുകളിലെത്തിയ റിലീസുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കിയാലോ. ആമസോൺ പ്രൈം വീഡിയോ, നെറ്റ്ഫ്ലിക്സ്, മനോരമ മാക്സ് തുടങ്ങിയ വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെ നിങ്ങൾക്ക് മുന്നിൽ ഒരു പിടി മികച്ച മലയാള ചിത്രങ്ങളും എത്തുന്നുണ്ട്. ചാൾസ് ജോസഫ് സംവിധാനം ചെയ്ത സമാറ, നവാഗതനായ ശരത് ചന്ദ്രൻ RJ സംവിധാനം ചെയ്ത ഔസിപ്പിന്റെ ഓസിത്, അരുൺ ഡി ജോസിന്റെ ബ്രോമൻസ് ഇങ്ങനെ കൈനിറിയ ചിത്രങ്ങളാണ് പ്രേക്ഷകർക്ക് ആസ്വദിക്കാനാവുക. ചാൾസ് ജോസഫ് സംവിധാനം ചെയ്ത റഹ്മാൻ, ഭരത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രമാണ് സമാറ. പീകോക്ക് ആർട്ട് ഹൗസിന്റെ ബാനറിൽ MK സുബകരൻ, അനുജ് വർഗീസ് വില്യാദത്ത് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രമാണിത്. മിനോജ് വില്യ, സഞ്ജന ദീപു, രാഹുൽ മാധവ്, വിവിയ ഷാൻ, ഗോവിന്ദ് കൃഷ്ണ, മിർ സർവാർ, ദിനേശ് ലാംബ, ടിനിസ് വില്യ, വീർ ആര്യൻ, നീതു ചൗധരി, സൊണാലി, സുഡാൻ തുടങ്ങിയവരും വേഷമിട്ട ചിത്രം OTTയിൽ എത്തിയിരിക്കുകയാണ്. ഗോപി സുന്ദർ സംഗീതവും സിനു സിദ്ധാർത്ഥ് ഛായാഗ്രഹണവും RJ പപ്പൻ എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നു. മെയ് 1 മുതൽ മനോരമ മാക്സിൽ ചിത്രം പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്. വിജയരാഘവൻ ടൈറ്റിൽ കഥാപാത്രമായി എത്തുന്ന ചിത്രമാണ് ഔസിപ്പിന്റെ ഓസിത്. ചിത്രത്തിൽ ദിലീഷ് പോത്തൻ, കലാഭവൻ ഷാജോൻ, ഹേമന്ത് മേനോൻ തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നവാഗതനായ ശരത് ചന്ദ്രൻ RJ ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മെയ്റൂർ ഫിലിംസിന്റെ ബാനറിൽ എഡ്വേർഡ് അന്തോണിയാണ് ചിത്രം നിർമ്മിച്ചത്. ഫസൽ ഹസൻ രചനയും അരവിന്ദ് കണ്ണാബരൻ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു. B. അജിത് കുമാറാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. സുമേഷ് പരമേശ്വർ, അക്ഷയ് മേനോൻ എന്നിവരാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. മെയ് 1 മുതൽ ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം പ്രദർശനം ആരംഭിച്ചു. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രോമൻസ്. അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, ഷാ മോഹൻ സംഗീത്, കലാഭവൻ ഷാജോൺ, മാത്യു തോമസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷം ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിച്ചത്. ജോവാൻ ജോ, 18+ എന്നീ സിനിമകൾക്ക് ശേഷം അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത ചിത്രമാണിത്. അരുൺ ഡി ജോസ്, തോമസ് P. സെബാസ്റ്റ്യൻ, രവീഷ്നാഥ് എന്നിവർ ചേർന്നാണ് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയത്. മെയ് 1 മുതൽ സോണി ലൈവിൽ ചിത്രം എത്തിയിട്ടുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിനെ നായകനാക്കി അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്ത ചിത്രമാണ് എക്സ്ട്രാ ഡീസന്റ്. ഡാർക്ക് കോമഡി യോണറിലുള്ള ചിത്രത്തിൽ ഗ്രേസ് ആന്റണി, പുതുമുഖം ദിൽന, വിനയ് പ്രസാദ്, റാഫി, സുധീർ കർമന, ശ്യാം മോഹൻ, സജിൻ ചെറുകയിൽ, അലക്സാണ്ടർ, ഷാജു ശ്രീധർ, വിനയ് തട്ടിൽ എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മനോരമ മാക്സിൽ ചിത്രം കാണാം. ഏപ്രിൽ 26 മുതലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. ദിലീഷ് പോത്തൻ നായകനായ മലയാള ചിത്രമാണ് കവി പ്രസാദ് ഗോപനാഥ് തിരക്കഥ എഴുതി തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത സിനിമയാണിത്. ആലൻ സിയർ, ജാഫർ ഇടുക്കി എന്നിവരാണ് സിനിമയിലെ താരങ്ങൾ. ആമസോൺ പ്രൈം വീഡിയോയിലും സൺ നെക്സിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. തെലുങ്ക് യുവതാരം നിധീനെ നായകനാക്കി വെങ്കി കുടുംബല രചനയും സംവിധാനം ചെയ്ത സിനിമയാണ് റോബിൻഹുഡ്. ശ്രീലീലയാണ് ചിത്രത്തിൽ നായകവേഷം കൈകാര്യം ചെയ്യുന്നത്. മെയ് 2 മുതൽ C5 ചിത്രം പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്.